പ്രിയപ്പെട്ടവരെ, എങ്ങനെയിരിക്കുന്നു? നന്നായിരിക്കുന്നുവോ? യേശുക്രിസ്തു കൂടെയുണ്ടെങ്കിൽ നല്ലത് തന്നെ ആയിരിക്കും. അതാണ് നിങ്ങൾ പറയേണ്ടത്. നിങ്ങളോട് ആരെങ്കിലും എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ സന്തോഷമായിരിക്കുന്നു, എപ്പോഴും ഉത്സാഹത്തോടെ ഇരിക്കുന്നു. എന്തുകൊണ്ട്? യേശു എൻ്റെ കൂടെയുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു പ്രശ്നവുമില്ലേ? അതൊക്കെയുണ്ടാകും. യേശു എൻ്റെ കൂടെയുണ്ടല്ലോ, എനിക്കത് മതി എന്ന് പറയണം. നിങ്ങൾ സന്തോഷത്തോടെ പറയുമ്പോൾ ദൈവം അത് ശ്രദ്ധിച്ച് നിങ്ങളെപ്പോഴും സന്തോഷമുള്ളവരായിരിക്കാൻ നിങ്ങളെ ആശീർവദിക്കും. ദാവീദ് എന്നൊരു ഭക്തനെക്കുറിച്ച് ബൈബിളിൽ വായിച്ചിട്ടുണ്ടല്ലേ? അയാൾ ചെറുപ്പക്കാരനായിരുന്നപ്പോൾ തന്നെ യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാവുകയില്ല എന്ന് സന്തോഷത്തോടെ ദൈവത്തെ തൻ്റെ ജീവിതത്തിലെ ഇടയനാക്കിയിരുന്നു. അയാൾ ദൈവത്തെ ഉയർത്താൻ ആരംഭിച്ച ഉടനെ അനേകം വിരോധികൾ അസൂയ കൊണ്ട് അയാളെ കൊല്ലാനായി പരിശ്രമിച്ചു. ശത്രുക്കൾ വളഞ്ഞു, പല പോരാട്ടങ്ങൾ ഓടിക്കൊണ്ടേയിരുന്നു. ജീവൻ രക്ഷിക്കാനായി ഓടുന്നത് ഒരു വശത്ത്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് നടുവിൽ പക്ഷെ ഒരു സമയത്ത് എന്താണുണ്ടായത്? 18-ാം സങ്കീർത്തനം 35-ാം വാക്യത്തിൽ അയാൾ പറയുന്നു, ദൈവമേ, നിന്റെ സൗമ്യത എന്നെ വലിയവനാക്കിയിരിക്കുന്നു. എന്നെ എല്ലാവരും ഓടിക്കുന്നു, അടിക്കുന്നു, പുറത്തേക്ക് തുരത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ അങ്ങയുടെ കരുണ എന്നെ വലിയവനാക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ സങ്കീർത്തനം എഴുതിയിരിക്കുന്നത് എപ്പോഴാണെന്നോ? ദാവീദിന്റെ വിരോധികളായ സകലരുടെയും കയ്യിൽ നിന്ന് യഹോവ അയാളെ വിടുവിച്ചപ്പോൾ, അയാളെ ജയിപ്പിച്ചപ്പോഴാണ് ഇത് എഴുതിയത്. ആർക്കും അയാളെ തൊടാനായില്ല. ശത്രുക്കൾ വർദ്ധിച്ചുകൊണ്ടിരുന്നു. വിരട്ടി ഓടിച്ചു, കൊല്ലാനായി ശ്രമിച്ചു, തൊടാനായില്ല. യഹോവ അയാളെ സംരക്ഷിച്ചതുകൊണ്ട് പറയുന്നു, കർത്താവേ, അങ്ങയുടെ കരുണ, അങ്ങയുടെ കൃപ, അങ്ങയുടെ ദയ, അങ്ങയുടെ സ്നേഹം, അങ്ങയുടെ മനസ്സലിവ്, അങ്ങയുടെ സംരക്ഷണം, അങ്ങയുടെ കരുണ എന്നെ വലിയവനാക്കും എന്ന് സന്തോഷത്തോടെ പറയുന്നു. നിങ്ങളുടെ ജീവിതത്തിലും എത്രയോ പേർ നിങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു അല്ലേ? നിങ്ങളെ മുടക്കുവാൻ ശ്രമിച്ചു, തുരത്തുവാൻ ശ്രമിച്ചു അല്ലേ? നിങ്ങളെ വീഴ്ത്താൻ ശ്രമിച്ചു അല്ലേ? പക്ഷേ സാധിച്ചോ? ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ മനസ്സലിവ്, കരുണ, അത് നിങ്ങളെ സംരക്ഷിച്ചു അല്ലേ? നിങ്ങളെ വലിയവനാക്കും. ദൈവം നിങ്ങളെ വിടുവിക്കുകയും സംരക്ഷിക്കുകയും മാത്രമല്ല, നിങ്ങളെ വലിയവനുമാക്കാൻ പോകുന്നു. യഹോവയുടെ കൃപ നിങ്ങളെ വലിയവനാക്കി മാറ്റാൻ പോകുന്നു. ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾ വലിയവരാക്കപ്പെടും. ബിസിനസ്സിൽ വലിയവരാക്കി മാറ്റും. ശുശ്രൂഷയിൽ വലിയ കാര്യങ്ങൾ സാധ്യമാക്കും. യഹോവയുടെ കരുണ നിങ്ങളെ വലിയവരാക്കി മാറ്റും, നേട്ടമുണ്ടാക്കുന്നവരാക്കി മാറ്റും. ഭയപ്പെടേണ്ട, ആ കരുണ നിങ്ങളെ ചുറ്റിയിരിക്കുന്നു. ദൈവത്തിന്റെ കരുണയും കൃപയും മനസ്സലിവും നിങ്ങളെ ചുറ്റി വളഞ്ഞിരിക്കുന്നു. അത് മുറുകെ പിടിക്കൂ. കർത്താവേ, എന്റെ ബലത്തെയല്ല, എന്റെ ധൈര്യത്തെയല്ല, എന്റെ ജ്ഞാനമല്ല, അങ്ങയുടെ കൃപ, അങ്ങയുടെ ദയയെയും കരുണയെയും ഞാൻ ആശ്രയിക്കുന്നു. അങ്ങയുടെ കരുണ എന്നെ വലിയവനാക്കും, എനിക്ക് ജയം തരും എന്ന് പറഞ്ഞു നോക്കൂ. നിങ്ങൾ ജയം കാണും. ഇന്ന്, ഈ നിമിഷം, ഇപ്പോൾ തന്നെ നിങ്ങൾ മാറ്റത്തെ കാണും. പിതാവേ, അങ്ങയുടെ കരുണ എന്നെ വലിയവനാക്കുമെന്ന് ഈ മകനും ഈ മകളും പ്രാർത്ഥിക്കുന്നു, വിശ്വാസത്തോടെ അപേക്ഷിക്കുന്നു. അതിനെ മഹത്വപ്പെടുത്തുവാനായി ഈ മകനെയും മകളെയും വലിയവരാക്കി ആശീർവദിച്ച് മഹത്വപ്പെടുത്തണമേ. ഇന്ന് തന്നെ ആ ആശീർവാദത്തെ അവർ കാണുമാറാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ